ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാജൻ. ഞാനത് മാത്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സിന്റെ ഭാഗത്തു നിന്നുള്ള വെക്റ്റർ ഓൾജിബ്ര എന്നൊരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് ഈ വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് ഈ വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും മാത്സിന്റെ ഭാഗത്ത് നിങ്ങൾ വെക്ടറിനെ കുറിച്ച് പഠിക്കുന്നത് പ്ലസ് ടുവിലാണ് അല്ലേ? നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ മാത്സിന്റെ ഭാഗത്ത് മാത്രമല്ല, നിങ്ങൾ ഫിസിക്സിലും എന്ത് ചെയ്യുന്നുണ്ട്, വെക്ടറിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ വെക്ടർ ഓൾജിബ്രയെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പറയാം. എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി, എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി? എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി? പണ്ടേ പഠിക്കുന്നതല്ലേ? ഒരു ക്വാണ്ടിറ്റി അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ, എന്തോ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അളവ് എന്ന് വിചാരിക്കുക അല്ലേ? അളവ്. ഓക്കെ. അപ്പോ ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് പറയും? സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയും. എന്നാൽ ഒരു ക്വാണ്ടിറ്റി നമ്മൾ പറയുമ്പോൾ, ഒരു അളവ് നമ്മൾ പറയുമ്പോൾ എന്താ പറയാ, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിന്റെ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല അതിന്റെ ഡയറക്ഷനും പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ ആണോ? സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം. വെക്റ്റർ എന്ന് പറയുമ്പോൾ എന്താ, അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമ്മൾ എന്ത് ചെയ്യും? അവിടെ പറയും. ഓക്കെ ആണോ? അപ്പൊ സ്കെയിലാർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും നമ്മളെ ലെങ്ത് ഇല്ലേ, ലെങ്ത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടല്ലോ. ഓക്കെ. അപ്പൊ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് ഇല്ലേ? നമ്മൾ അവിടെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയത്തുള്ളൂ ഇല്ലേ? ഒരു 10 മീറ്റർ എന്നോ 20 മീറ്റർ എന്നോ അങ്ങനെയൊക്കെ എന്ത് ലെങ്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അത് പറയുമ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ. പിന്നെ ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ എന്തും പറയണം? സ്പീഡും പറയണം. സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എന്നാൽ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ ആണോ? അപ്പോൾ ലെങ്ത്, ഡിസ്റ്റൻസ്, സ്പീഡ്, പിന്നെ ഉള്ളത് ഏരിയ ഉണ്ട്, വോളിയം, പിന്നെ ടെമ്പറേച്ചർ, വർക്ക്, പിന്നെ ടൈം. ഇതെല്ലാം എന്താടാ? സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ. കേട്ടോ? ലെങ്ത്, ഡിസ്റ്റൻസ്, സ്പീഡ്, ഏരിയ, വോളിയം, ടെമ്പറേച്ചർ, വർക്ക്, ടൈം, ഇനിയുണ്ട്, പറയണ്ടല്ലോ, കുറെ ഉണ്ട്. ഓക്കെ. അപ്പോ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. കണ്ടല്ലോ? വേണമെങ്കിൽ റെസിസ്റ്റൻസ് പറയാം. റെസിസ്റ്റൻസ്, പിന്നെ ഡെൻസിറ്റി. ഓക്കെ. ഇതെല്ലാം എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ച് നോക്കി ചെയ്യാം. പറഞ്ഞല്ലോ, ലെങ്ത്, ഡിസ്റ്റൻസ്, സ്പീഡ്, ഏരിയ, വോളിയം, ടെമ്പറേച്ചർ, വർക്ക്, ടൈം, റെസിസ്റ്റൻസ്, ഡെൻസിറ്റി, ഇതെല്ലാം എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ. അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റീസിൽ വരുന്നത് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഉള്ളത് വെലോസിറ്റി പറയുമ്പോൾ അതിന്റെ കൂടെ ആക്സിലറേഷൻ കൂടെ പറയാം. ആക്സിലറേഷൻ. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഓക്കെ. പിന്നെ ഫോഴ്സ് ഉണ്ട്, വെയിറ്റ്, മൊമെന്റം. നമ്മൾ വെയിറ്റ് പറയുമ്പോൾ മാസ് കൂടെ പറയണം കേട്ടോ. മാസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. മാസ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വെയിറ്റ് എന്നാണ്, വെക്റ്റർ ആണ്. ഓക്കെ. അപ്പോ മൊമെന്റം. ഓക്കെ. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടല്ലോ. ഇന്റൻസിറ്റി, ഇതെല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. മാസ്, ലെങ്ത്, ഡിസ്റ്റൻസ്, സ്പീഡ്, ഏരിയ, വോളിയം, ടെമ്പറേച്ചർ, വർക്ക്, ടൈം, റെസിസ്റ്റൻസ്, ഡെൻസിറ്റി. വെക്റ്റർ ആണെങ്കിലോ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വെയിറ്റ്, മൊമെന്റം,
ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി, ഇതെല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പോൾ സ്കെയിലാർ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം, വെക്റ്റർ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ മാഗ്നിറ്റ്യൂഡും കാണും, എന്തും കാണും, ഡയറക്ഷനും കാണും. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒന്ന് നോക്കാം. ഓക്കെ, അതിൽ ആദ്യത്തെ സീറോ വെക്റ്റർ, നോട്ട് തന്നിട്ടുണ്ട് സീറോ വെക്റ്റർ, ആ പേരിൽ തന്നെ ഉണ്ട് എന്താ, സീറോ വെക്റ്റർ എന്ന് പറയുമ്പോൾ ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആണെങ്കിൽ എന്തോ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് വിചാരിക്കുക, ആണല്ലോ ഒരു വെക്റ്ററിന്റെ ലെങ്ത് മാഗ്നിറ്റ്യൂഡ് സീറോ ആണെങ്കിൽ എന്തോ നമ്മൾ അതിന് സീറോ വെക്റ്റർ എന്ന് പറയും. ഓക്കെ, ഓക്കെ സോറി, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വെക്റ്റർ ഒന്ന് നോക്കാം പറഞ്ഞല്ലോ. ഓക്കെ, വെക്റ്റർ നോക്കിയിട്ട് ഇതിലോട്ട് വരാം കേട്ടോ. എന്താണ് വെക്റ്റർ എന്നൊന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലോട്ട് വരാം. എന്താണ് വെക്റ്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തോ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ലൈൻ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, രണ്ട് പോയിന്റ് എ എന്ന പോയിന്റ് ബി എന്ന പോയിന്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്കുള്ള ഒരു ഡയറക്റ്റ് ലൈൻ ആണ് വെക്റ്റർ എന്ന് വിചാരിക്കാം. എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക്. ഓക്കെ, നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, എ ബി, എയിൽ നിന്ന് ബിയിലോട്ടല്ലേ, അപ്പൊ എ ബി വെക്റ്റർ സൈൻ സൂചിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ ആരോ മാർക്ക് കൊടുക്കും, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഡയറക്റ്റ് ലൈൻ. ഓക്കെ, അതാണ് എ ബി വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പൊ എ ബി വെക്റ്റർ നമ്മൾ ഒരു ലെറ്റർ വെച്ച്, ഇപ്പൊ സ്മോൾ ലെറ്റർ വെക്റ്റർ എ എന്നോ വെക്റ്റർ ബി എന്നോ വെക്റ്റർ സി എന്നൊക്കെ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയും കൊടുക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയാം. അല്ല, ആദ്യത് സീറോ വെക്റ്റർ ആണ് പറഞ്ഞല്ലോ. കേട്ടോ, സീറോ വെക്റ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, സീറോ ആയിരിക്കും. അതായത് അതിന്റെ ലെങ്ത് എന്തായിരിക്കും, അതിന്റെ സീറോ ആയിരിക്കും. അതാണ് എന്താ സീറോ വെക്റ്റർ എന്ന് പറയുന്നത്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സീറോ വെക്റ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ഇനിഷ്യൽ പോയിന്റ് അതിന്റെ ഫൈനൽ പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ്, അതിന്റെ ടെർമിനൽ പോയിന്റ് രണ്ടും ചെയ്യും കോയിൻസൈഡ് ചെയ്യും. അതോ ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും കോയിൻസൈഡ് എന്ന പോയിന്റ്. ഓക്കെ, കോയിൻസൈഡ് എന്ന വെക്റ്റർ ആണ് സീറോ വെക്റ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഇനിഷ്യൽ പോയിന്റ് വെച്ചാൽ എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ ഇത് ഇനിഷ്യൽ പോയിന്റ്, അത് അല്ലെങ്കിൽ എന്താ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇനിഷ്യൽ പോയിന്റ് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അടുത്ത് ബി എന്ന് പറയുമ്പോഴോ അതിന്റെ ഫൈനൽ പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും. അപ്പോൾ സീറോ വെക്റ്റർ എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ അവിടെ തന്നെ അവസാനിക്കും. അതായത് ഈ ഒരു പോയിന്റ് ആണ് വിചാരിക്കുക. ഓക്കെ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ എന്ത് ചെയ്തോടാ അവസാനിച്ചു. ഓക്കെ, ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഇവിടെ സെയിം ആയിരിക്കും അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യും. മാഗ്നിറ്റ്യൂഡ് എത്ര, സീറോ ആണ് സീറോ വെക്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വെക്റ്റർ അപ്പൊ എന്തായിരിക്കും, യൂണിറ്റ് വെക്റ്റർ ഒരു വെക്റ്റർ എങ്ങോട്ടാണോ ഉള്ളത് അതിന്റെ അതേ ഡയറക്ഷനുള്ള ഒരു വെക്റ്റർ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, ലെങ്ത് 1 യൂണിറ്റ് ആയിരിക്കും. സെന്റിമീറ്ററോ മീറ്ററോ എന്തോണോ ആവാം. മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ തന്നെ എന്ത് പറയും, യൂണിറ്റ് വെക്റ്റർ. ക്ലിയർ ആണോ? മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ്, നമ്മൾ ഏത് വെക്റ്ററാണോ പറഞ്ഞത് ആ വെക്റ്ററിന്റെ ഡയറക്ഷനിലുള്ള 1 യൂണിറ്റ് ഉള്ള വെക്റ്റർ പറഞ്ഞിട്ടല്ലോ, ആണെന്ത് അതിന്റെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനിയുള്ള കോ ഇനിഷ്യൽ വെക്റ്റർ. എന്താണ് കോ ഇനിഷ്യൽ വെക്റ്റർ? കോ ഇനിഷ്യൽ വെക്റ്റേഴ്സ് ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണല്ലോ. ആ യൂണിറ്റ് വെക്റ്റർ പഠിച്ചു ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, എന്താണ് കോ ഇനിഷ്യൽ, ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഒന്ന് പരീക്ഷയ്ക്ക് അങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ചോദിക്കുന്ന സാധ്യത കുറവാണ്. അപ്പൊ എന്താണ് കോ ഇനിഷ്യൽ വെക്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ടാ എന്താ ഇനിഷ്യൽ എന്താ പറഞ്ഞാ നമ്മള് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ ഇല്ലേ. അപ്പോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തായിരിക്കും അവിടെ, അത് ഇനിഷ്യൽ പോയിന്റ് സെയിം ആയിരിക്കും. ഇതുപോലെ ആണ് ഒരു പോയിന്റ് ചെയ്ത് ഒരു വെക്റ്റർ, ഒരു വെക്റ്റർ, ഇത് വെക്റ്റർ എ, ഇത് വെക്റ്റർ ബി, ഇത് വെക്റ്റർ സി ഉണ്ടോ അല്ലേ. ഇതിന്റെ എല്ലാം എന്താണ് ഇനിഷ്യൽ പോയിന്റ് സെയിം അല്ലേ, അതാണ് കോ ഇനിഷ്യൽ വെക്റ്റർ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് അതാ ഇനിഷ്യൽ പോയിന്റ് എന്തായിരിക്കും അവിടെ സെയിം ആയിരിക്കും. അതാണ് എന്ത് കോ ഇനിഷ്യൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പറയുന്നത് നമ്മള് കൊളീനിയർ വെക്റ്റേഴ്സ്. കൊളീനിയർ വെക്റ്റേഴ്സ്. ഓക്കെ, അതായത് 2 or
മോർ വെക്ടേഴ്സ്, രണ്ടോ അതിലധികമോ വെക്ടേഴ്സ് കൊളീനിയർ എന്ന് പറയണമെങ്കിൽ അതെന്താ ചെയ്യണം, ഒന്നുകിൽ ഒരേ ലൈനിലാവണം. എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നിന്ന് ഒരു വെക്ടർ എ തൊട്ട് ബി വരെ ഒരു വെക്ടർ, അല്ലെങ്കിൽ വെക്ടർ എ എന്ന് വിചാരിച്ചോ, വെക്ടർ എ. അടുത്ത് ഇവിടുന്ന് വേറൊരു വെക്ടർ ഇങ്ങോട്ട്, ഓക്കെ, വെക്ടർ ബി എന്ന് വിചാരിക്കുക. അത് ലാസ്റ്റ് വേറൊരു വെക്ടർ സി എന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ടോ അതിലധികം വെക്ടേഴ്സ് ഇപ്പോൾ ഒരേ ലൈനിൽ വരുന്നു, നേർരേഖ വരാം, അല്ലെങ്കിൽ എന്ത് വരാം, ഇങ്ങനെ പാരലായിട്ട് വരില്ലേ, പാരലായിട്ട്, അതുപോലെ പാരലായിട്ട് ഇങ്ങനെയും വരാം, സമാന്തരമായിട്ട് പറയൂലേ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഒരേ ലൈനിൽ വരാം, അല്ലെങ്കിൽ എന്ത് വരാം, പാരലായിട്ട് വരാം. ഓക്കെ, എങ്ങനെ വന്നാലും എന്താണത്, കൊളീനിയർ ആണ്. ഓക്കെ, അപ്പോ അവിടെ പറഞ്ഞത് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അവിടെ മാഗ്നിറ്റ്യൂഡ് നോക്കേണ്ട കാര്യമില്ല, എന്ന് വെച്ചാൽ നീളം നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ ലെങ്ത് നോക്കേണ്ട കാര്യമില്ല. എന്തായിരിക്കും, പാരലായിരിക്കും, അല്ലെങ്കിൽ എന്ത് വരും, ഒരേ ലൈനിൽ വരും, അത്രേ ഉള്ളൂ. കേട്ടോ, അതിന്റെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ രണ്ട് വെക്ടർ ഒന്നുകിൽ പാരലില് അല്ലെങ്കിൽ ഒരേ ലൈനിൽ വരുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, കൊളീനിയർ എന്ന് പറയും, ഇത്രേ ഉള്ളൂ. ഒന്നുകിൽ ഒരേ ലൈനിൽ വരിക, അല്ലെങ്കിൽ പാരലൽ എന്ന് പറയും, ഇതാണ് കൊളീനിയർ. ഓക്കെ ഓക്കെ, പിന്നെ എന്താണ് ഈക്വൽ വെക്ടേഴ്സ്, ആ പേര് തന്നെയുണ്ട്, എന്താ ഈക്വൽ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്ത് പറഞ്ഞ അവിടെ രണ്ടും സെയിം ആയിട്ട് വരണം. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആവണം. അതായത് അതിന്റെ ലെങ്തും അത് ഏത് ഡയറക്ഷനാണ് പോകുന്നത് അതുകൊണ്ടായിരിക്കും അവിടെ സെയിം ആയിരുന്നു. അപ്പൊ ഒരു വെക്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടെന്ന് ചോദിച്ചോ, അതിന്റെ അതേ ലെങ്തില് വേറൊരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം, അതിന്റെ അതേ ലെങ്തിൽ വേറൊരു വെക്ടർ. ഓക്കെ, അതിന്റെ അതേ ലെങ്തും ആയിരിക്കണം, അതേ ഡയറക്ഷനും ആയിരിക്കണം, അതാണ് ഈക്വൽ വെക്ടർ. എന്നാൽ ഇതേ കണ്ടീഷൻ തന്നെ ഇപ്പൊ നമ്മൾ അതിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ് എന്നാൽ അതിന്റെ ഡയറക്ഷൻ നേരെ തിരിഞ്ഞു ഒന്ന് വിചാരിച്ചോ, അതിന്റെ ഡയറക്ഷൻ നേരെ തിരിഞ്ഞു വന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, നെഗറ്റീവ് വെക്ടർ എന്ന് പറയും. കേട്ടല്ലോ, നെഗറ്റീവ് ഓഫ് എ വെക്ടർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഈക്വൽ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും എന്തായിരിക്കും അവിടെ സെയിം ആയിരിക്കും. ഓർമ്മോണേ, ഓക്കെ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കും. എന്നാൽ നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറയുമ്പോ അവിടെ എന്ത്, അതിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് നെഗറ്റീവ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക, നോട്ടിലുണ്ട് പറഞ്ഞല്ലോ, അല്ലെ യൂണിറ്റ് വെക്ടർ എന്നാണ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് അതുകൊണ്ട് പ്രോബ്ലത്തിൽ എന്ത് ചെയ്യും, അവിടെ ആവശ്യം വരും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൊസിഷൻ വെക്ടർ ആണ്. പൊസിഷൻ വെക്ടർ എന്താണ് പൊസിഷൻ വെക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോ ആക്സിസ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കടാ, എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുകയാണ്. നമ്മൾ 3 ആക്സിസ് ഉണ്ടല്ലോ, എക്സ് ആക്സിസ്, വൈ, ഇസഡ്. ഓക്കെ, ഇപ്പൊ 3 ഡയമെൻഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 3 ആക്സിസ് ഉണ്ട്. അപ്പോ സ്പേസിലുള്ള ഒരു പോയിന്റ് ഇവിടെ പി എന്ന് പറഞ്ഞൊരു പോയിന്റ്, അത് ഞാൻ എക്സ് വൈ ഇസഡ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, പി എക്സ് വൈ ഇസഡ് ആണല്ലോ, ഇത് നമ്മുടെ ഒറിജിൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഈ ഒറിജിൻ തൊട്ട് പോയിന്റ് ഉണ്ടല്ലോ അതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ ആയോ? ഒരു പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ പൊസിഷൻ വെക്ടർ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ഓ തൊട്ട്, അതായത് അതിന്റെ ഒറിജിൻ തൊട്ട് ആ പോയിന്റ് വരെയുള്ള ലെങ്ത് ഡിസ്റ്റൻസ്, അതാണ് എന്ത്, അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, വെക്ടർ ഒ പി എന്ന് പറയും. ഓക്കെ, വെക്ടർ ഒ പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് പോയിന്റ് എക്സ് വൈ ഇസഡ് ആണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എന്ത്, വെക്ടർ ഒ പി ഈക്വൽ ടു എന്ത് ചെയ്യാം, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ, ഇതാണ് എന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു വെക്ടർ ഒരു പോയിന്റ് 2 -1 3 ആണെന്ന് വിചാരിച്ചോ.
ഒരു പോയിന്റ് എന്നിട്ട് അതിന്റെ പൊസിഷൻ വെക്ടർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ മതി നിങ്ങൾ 2i or -1j plus 3k. ഇത്രയേ ഉള്ളൂ. ഇതാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംശയം തോന്നാം, ഈ ഐയും ജെയും കെയും ഒക്കെ എന്താണ്? ആർക്കും ഡൗട്ട് തോന്നിയോ? എന്താണ് ഐയും ജെയും കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഐയും ജെയും കെ എന്ന് പറയുന്നത് നമ്മൾ ആക്സിസ് വരച്ചല്ലോ, എക്സ് ആക്സിസ് വൈ ഇസഡ് വരച്ചല്ലോ, ആ ഓരോ ആക്സിസിലോട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു പോയിന്റ്, ഇപ്പൊ ഈ പോയിന്റ്സ് നമ്മളിപ്പോ വരയ്ക്കുന്നത് വിചാരിച്ചു, 2 -1, അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ് ആക്സിലോട്ട് ഒരു ഇത് കാണുമല്ലോ, കാണത്തില്ലേ? കാണും. ഓക്കെ, അതിപ്പം ഈ എക്സിന് വരെ ഒരു ഇപ്പം 10 വിചാരിച്ചു, 10 യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിൻ തൊട്ട് ഈ എക്സ് വരെ എത്ര ആയിരിക്കും? ഇവിടെ 10 ആയിരിക്കും, ഇല്ലേ? 10 ആയിരിക്കും ആണല്ലോ, 10 സെന്റിമീറ്റർ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഐ എന്ന് വെച്ചാൽ എന്താ? ഒരു യൂണിറ്റ് വെക്ടർ ആണ്. എന്ന് വെച്ചാൽ ഈ ഇതിനിടയ്ക്ക് ഇതാ ഈ ഓ തൊട്ട് ഇതിനിടയ്ക്കുള്ള 1 സെന്റിമീറ്റർ. ജസ്റ്റ് ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, ഓ തൊട്ട് ഉള്ള 1 സെന്റിമീറ്റർ ഉള്ള ആ ഒരു യൂണിറ്റ്, ചെറിയൊരു അകലം ഉണ്ടല്ലോ, അതാണ് എന്ത്? അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഐയും ജെയും കെ എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ഓരോ ആക്സിസിലുള്ള എന്താ അതിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നിങ്ങൾ അതൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഒരു പോയിന്റ് എന്നിട്ട് അതിന്റെ പൊസിഷൻ വെക്ടർ ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യുക? ഐയും ജെയും കെയും കൊടുത്തങ്ങ് എഴുതുക. അത്രയും പറ്റുമല്ലോ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. ഓക്കെ, എന്താണ് പൊസിഷൻ വെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിൻ തൊട്ട് ആ പോയിന്റിലുള്ള അകലം, ലെങ്ത്, അതാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ചില ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഇത് കടന്നു വരുന്ന മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ആണല്ലോ. അപ്പം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ, അതായത് ഒരു വെക്ടറിന്റെ ലെങ്ത് കാണാനായിട്ട്. ഓക്കെ, നമ്മളതിനെ റെപ്രസെന്റ്, ഇപ്പോൾ വെക്ടർ എ എന്ന് പറയുന്നത് വെക്ടർ എ ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk ആണെന്ന് വിചാരിക്കാം. ഓക്കെ, വെക്ടർ എ, അല്ലെങ്കിൽ എ ബി എന്നൊരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഒരു മോഡുലസ്, മോഡുലസ് എ ബി, ഇതുപോലെ എ ബി. അല്ലെങ്കിൽ വെക്ടർ എ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഓക്കെ, അപ്പോൾ വെക്ടർ എ ബി അല്ലെങ്കിൽ വെക്ടർ എ. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ട് എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് ഒന്നുമില്ല എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, ഇസഡ് സ്ക്വയർ. ഓക്കെ, ഇതാണ് എന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ക്ലിയർ ആണോ? ഇതാണ് എന്ത്? ഒരു വെക്ടർ എന്നിട്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് ഞാൻ ചോദിച്ചു കഴിഞ്ഞുള്ള. ഓക്കെ, വേണമെങ്കിൽ ഒരു പ്രോബ്ലം പറയാം. ഇപ്പം ഒരു വെക്ടർ എ ബി എന്നൊരു വെക്ടർ ഞാൻ ഇപ്പം 2i പ്ലസ് 3j മൈനസ് 4k ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് വെക്ടർ എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് ചെയ്യുക? എക്സിന് വൈക്കും ഇസഡ്മാനും എന്ത് ചെയ്യുക? ഈ നമ്പേഴ്സ് കൊടുക്കുക. അപ്പൊ 2ന്റെ സ്ക്വയർ പ്ലസ് വൈക്ക് 3യുടെ സ്ക്വയർ പ്ലസ് മൈനസ് 4ന്റെ സ്ക്വയർ. ആ സൈൻ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, സ്ക്വയർ ആണ്ട് എന്ത് ചെയ്യും? മൈനസ് വന്നാലും പ്ലസ് വന്നാലും പോസിറ്റീവ് ആയിക്കോളും, പറഞ്ഞല്ലോ. സൈൻ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, കേട്ടല്ലോ. അപ്പൊ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ എത്ര? 4, 3യുടെ സ്ക്വയർ 9, മൈനസ് 4ന്റെ സ്ക്വയർ 16. മൈനസ് നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് കൂട്ടുക, ജസ്റ്റ് സ്ക്വയർ എടുക്കുക. ഓക്കെ, ബാക്കി 16 പ്ലസ് 9 25 റൂട്ട് 20 ആണെന്ന് കിട്ടും. ക്ലിയർ ആണോ? ഒരു വെക്ടർ നോക്കണം. വെക്ടർ എ ഈക്വൽ ടു ഒരു എന്തോ 3i മൈനസ് j പ്ലസ് 2k ആണോ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് ചെയ്യുക? 3യുടെ സ്ക്വയർ പ്ലസ്
-1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 3യുടെ സ്ക്വയർ എത്ര 9 പ്ലസ് 1 പ്ലസ് 4 ഈക്വൽ ടു എത്ര ഇട്ടോടാ 9 പ്ലസ് 1 10 10 പ്ലസ് 4 എത്ര 14 എന്ന് കിട്ടും. ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, എളുപ്പമല്ലേ? ഇനി ഓരോന്നിട്ട് പറയണ ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഇനി നമ്മൾ പറയുന്നത് കുറച്ച് വെക്ടർ ഓപ്പറേഷൻസ് ഒക്കെയാണ്. ഓക്കെ, അതിന് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 2 പോയിന്റ് എന്നിട്ട് ആ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന വെക്ടർ വിളിക്കുന്നത് ചോദിക്കാം. ഓക്കെ, 2 ഗിവൻ പോയിന്റ്സ് തന്നിരിക്കും. ഫോർ എക്സാമ്പിൾ എ എന്നൊരു പോയിന്റ് എന്നിട്ട് എ എന്നൊരു പോയിന്റ് 1 2 3 സിമ്പിൾ ആയിട്ട്. ബി എന്നൊരു പോയിന്റ് എന്നിട്ട് 4 5 6. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടാണ്. അപ്പോൾ ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന വെക്ടർ എ ബി എന്നൊരു വെക്ടർ കാണാൻ ചോദിക്കുകയാണ്. എ ബി എന്ന വെക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ എ ബി എന്ന വെക്ടർ കാണാൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ 2 പോയിന്റ്സ് ഉണ്ടല്ലോ. ഓക്കെ, അതില് ബി എന്ന വെക്ടറില അല്ലെ ബി എന്ന പോയിന്റ് ഉണ്ടല്ലോ. ഓക്കെ, ബി എന്ന് എ കുറയ്ക്കുക സിമ്പിൾ ആയിട്ട്. ഓക്കെ, ബിയിൽ നിന്ന് എ കുറയ്ക്കുക. അപ്പൊ ബി എന്ന പോയിന്റ് ഇവിടെ 4 അല്ലേ ആദ്യത്തെ എക്സ് കോർഡിനേറ്റ്, ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് 4 ആണല്ലോ. അപ്പൊ 4 മൈനസ് ഇവിടുത്തെ 1 എടുക്കുക, ഒരു ഐ കൊടുക്കുക ഡയറക്ഷൻ കാണിക്കാനായിട്ട്. പ്ലസ് അത് രണ്ടത് 5 മൈനസ് 2 ജെ കൊടുത്തു, പ്ലസ് 6 മൈനസ് 3 കെ. ഓക്കെ, എ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്, എ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, രണ്ടാമത്തെ പോയിന്റ് ഇപ്പൊ എ ബി ആണെങ്കിൽ ബിയിൽ നിന്ന് എ കുറയ്ക്കുക, മാറിപ്പോരുത്, ബിയിൽ നിന്ന് എ കുറയ്ക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ജസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ 4 മൈനസ് ഉണ്ട് 3i 3j പ്ലസ് 3k. ഓക്കെ ആണോ? ഇവിടെ നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തരാം. അപ്പൊ പി എന്നൊരു വെക്ടർ അല്ലെ പി എന്നൊരു പോയിന്റ് -1 2 4, ക്യൂ എന്നൊരു പോയിന്റ് 0 3 -1 അല്ല -2 കൊടുക്കും. ഓക്കെ, -2. അപ്പൊ പി എന്ന പോയിന്റ് ക്യൂ എന്ന പോയിന്റ് 2 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി പി ക്യൂ എന്ന വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. പി ക്യൂ എന്ന വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ക്യൂവിൽ നിന്ന് പി മൈനസ് ചെയ്യുക അല്ലെ, ക്യൂവിൽ നിന്ന് പി മൈനസ് ചെയ്യാം. ക്യൂവിൽ നിന്ന് പി മൈനസ് എന്ന് പറയുമ്പോൾ ക്യൂ ഇവിടെ 0 അല്ലേ, അപ്പൊ 0 മൈനസ് ഇവിടെ എത്ര -1 മാറിപ്പോവല്ലേ. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഒരു മൈനസ് എഴുതത്തില്ല കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ആലോചിക്കുക, 0 എഴുതി മൈനസ്, ഇനി അടുത്ത പോയിന്റ് നോക്കുക -1 കൊടുക്കുക. ഓക്കെ, അപ്പൊ തെറ്റത്തില്ല, 0 എഴുതി മൈനസ് അപ്പൊ തന്നെ കൊടുക്കുക, ആ നമ്പർ നോക്കുക -1. ഓക്കെ, അവിടെ 2 മൈനസ് വരും, ഐ പ്ലസ് അടുത്തോ 3 അല്ലേ, 3 മൈനസ് ഇവിടെ എത്ര 2, 3 മൈനസ് 2 ജെ പ്ലസ് അടുത്തത്ര -2 ആണല്ലോ ഇവിടെ, അപ്പൊ -2 മൈനസ് ഇവിടെ എത്ര 4. കണ്ടോ? ഓക്കെ, ക്ലിയർ ആയോ? ക്യൂവിൽ നിന്ന് പി മൈനസ് ചെയ്യാം. അപ്പോ ഈക്വൽ ടു 0, ഈ മൈനസ് എന്താവും, പ്ലസ് ആവൂലേ, പ്ലസ് ആവും. അപ്പൊ പ്ലസ് ഇവിടെ 1 അല്ലേ, പ്ലസ് 1 സോറി ഐ അല്ലടാ. ഓക്കെ, +1 ഐ. ഓക്കെ, അടുത്ത് പ്ലസ് 3 മൈനസ് 2 എത്ര, അത് 1 ആണല്ലോ, അപ്പൊ 1j. ഇനി -2 മൈനസ് 4 എത്ര വരും, ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം. ഓക്കെ, അപ്പൊ 2 മൈനസ് കൊണ്ട് എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് മൈനസിനെ കൊടുക്കുക. -2 -4 എത്ര, -6 കെ, -6k. കണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് പി ക്യൂ എന്ന് പറഞ്ഞ വെക്ടർ എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് ഇപ്പം ക്യൂ പി എന്ന വെക്ടറാണ് ചോദിക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്യൂ പി എന്ന വെക്ടർ ആണെങ്കിൽ
പിയിൽ നിന്ന് ക്യൂ മൈനസ് ചെയ്യും. ഓക്കെ, പിയിൽ നിന്ന് ക്യൂ മൈനസ് ചെയ്യും. അപ്പൊ പി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇവിടെ മൈനസ് ഒന്നല്ലേ, മൈനസ് ഒന്നാണല്ലോ. അപ്പൊ -1 മൈനസ് എത്ര, ക്യൂല് 0 ഐ പ്ലസ് അടുത്ത് പിയില് ഇവിടെ 2 അല്ലേ, അപ്പൊ 2 മൈനസ് ഇവിടെ എത്ര 3 ആണല്ലോ, 3 ജെ പ്ലസ് അടുത്ത് ഇവിടെ 4 മൈനസ് എത്ര -2 കണ്ടോ, അവിടെ മൈനസ് ഉണ്ട്, -2 കെ. ക്ലിയർ ആയോ? അപ്പൊ ക്യൂവിൽ നിന്ന് പി മൈനസ് ചെയ്യാം. അപ്പൊ -1 മൈനസ് 0 എത്ര കിട്ടും? -1 തന്നെ കിട്ടും ഐ പ്ലസ് ഇവിടെ 2 മൈനസ് 3 എത്ര, 2 മൈനസ് 3 -1 അല്ലേ, അപ്പൊ അവിടെയും -1 തന്നെ വരും കേട്ടല്ലോ. -1 ജെ പ്ലസ് മൈനസ് വരുമ്പോൾ മൈനസിന് ആവേ പറഞ്ഞല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? മൈനസിനെ ഇങ്ങോട്ടേക്കാം. അടുത്ത് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഈ മൈനസും മൈനസും എന്താ അവിടെ, മൈനസും പ്ലസ് ആവും അല്ലേ, പ്ലസ് ഇവിടെ മൈനസും പ്ലസ് ആവും. അപ്പോ 4 മൈനസ് -2 ആണല്ലോ, അപ്പൊ 4 + 2 എന്നാവും, എത്ര കിട്ടും? 6K എന്ന് കിട്ടും. സാധാരണ 1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, 1 എഴുതത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്നില്ലാതെ നമുക്ക് I പ്ലസ് ജെ മൈനസ് 6K എന്ന് കൊടുക്കാം കേട്ടല്ലോ. 1 സാധാരണ എഴുതത്തില്ല. താഴെ -I മൈനസ് ജെ പ്ലസ് 6K എന്ന് പറയാം. ഇതാണ് വെക്റ്റർ ജോയിനിങ് 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. എന്തോ വെക്റ്റർ ജോയിനിങ് 2 പോയിന്റ്സ് കേട്ടോ. ചിലപ്പോൾ 2 പോയിന്റ് എന്നിട്ട് എന്ത് ചെയ്യാം, എ ബി എന്ന് വെക്ടറോ അല്ലെങ്കിൽ പി എന്ന് വെക്ടറോ അങ്ങനെ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കേണ്ടി ചോദിക്കാം. ഓക്കെ, ഇതാണ് വെക്റ്റർ ജോയിൻ 2 പോയിന്റ്സ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ വെക്റ്റർ ഓപ്പറേഷൻസിലൂടെ കിടക്കുകയാണ്. അതിൽ ആദ്യം അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. നമുക്ക് ടെക്സ്റ്റില് +2 ടെക്സ്റ്റില് അഡീഷൻ ഓഫ് വെക്ടേഴ്സിന് 2 ലോ ഒക്കെ ഉണ്ട്. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും അങ്ങനെ 2 ലോ ഒക്കെ ഉണ്ട്. നമുക്കതൊന്നും വേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യാം, 2 വെക്ടർ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാമെന്ന് പഠിച്ചു പോയാൽ മതി. അപ്പോൾ അഡീഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 2 വെക്ടർ, ഇപ്പൊ വെക്ടർ A = 2i + 3j - 4k. വെക്ടർ B = വേറൊരു വെക്ടർ I - j + 2k. 2 വെക്ടർ ഉണ്ടല്ലോ. അപ്പോ A + B, വെക്ടർ A + വെക്ടർ B ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, 2 വെക്ടർ പ്ലസ് ചെയ്യാലോ. ഓക്കെ, പ്ലസ് ചെയ്യാം. എങ്ങനെ? 2i ആദ്യം വെക്ടർ എഴുതാണ്, 3j - 4k പ്ലസ് വെക്ടർ B I - j + 2k. എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അല്ലാതെ കൂട്ടി എഴുതി പോവാം പറഞ്ഞിട്ടല്ലോ. = ഐയുടെ ടൈം നമ്മൾ പ്ലസ് ചെയ്യാം. ഇവിടെ 2i ഉണ്ട്, ഇവിടെ 1i നല്ലോ. I എന്ന് വെച്ചാൽ 1i എന്നല്ലേ, 1i ആണ് നല്ലോ. അപ്പൊ 2i ഇവിടെ 1i നല്ലോ. കൂട്ടുമ്പോൾ എത്ര i? 3i. നമ്മൾ x വെച്ച് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് 2x + 1x 3x. അതേപോലെ 2i ഇവിടെ പ്ലസ് 1i എത്ര വരും? 3i. അടുത്ത് ഇവിടെ +3j - j -1j, 3j യിൽ നിന്ന് 1j കുറച്ച് കഴിഞ്ഞാൽ 2j. ഓക്കെ, 2j. അടുത്തോ -4k + 2k, -4k + 2k. മൈനസും പ്ലസ് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചിട്ട് വലുതിന് ചിഹ്നം, അത് ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ മൈനസും പ്ലസും ആണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിവിടെ കുറച്ചിട്ട് വലുതിന് ചിഹ്നം കൊടുക്കുക. കുറയ്ക്കുമ്പോൾ 4 2 കുറച്ച് 2 ആണല്ലോ, വലുതിന് ചിഹ്നം അവിടെ മൈനസ് നടക്കുന്നതുകൊണ്ട് -2k. ഇതാണ് 2 വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാം, മൈനസ് ചെയ്യുന്നതെന്ന് പറയാം. വെക്ടർ A - വെക്ടർ B = അവിടെ എന്ത് ചെയ്യാം, വെക്ടർ A എഴുതി, 2i + 3j - 4k എഴുതി, മൈനസ് നമ്മളെ വെക്ടർ B I - j + 2k. ഓക്കെ, ശരിയാണോ? നോർമലി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ഇട്ടിട്ട് നേരത്തെ എഴുതി വെക്കും. ആണല്ലോ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടല്ലോ, ഒരിക്കലും ചെയ്യരുത്.
മൈനസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും ഒരു ബ്രാക്കറ്റ് കൊടുത്ത് തിരിച്ച് ചെയ്ത് കേട്ടോ. ഓക്കെ, എപ്പോഴും ഓർമ്മയാണേ. മൈനസ് കഴിഞ്ഞിട്ട് കണക്ക് നമ്മൾ മാത്സിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഓർമ്മയാണ്. മൈനസ് കഴിഞ്ഞിട്ട് രണ്ടോ അതിലധികമോ ടേം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ബ്രാക്കറ്റ് കൊടുത്ത് തിരിച്ച് ചെയ്താ കേട്ടല്ലോ. കാരണം മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യും, എല്ലാത്തിനെയും സൈൻ മാറും കേട്ടല്ലോ. ഓർമ്മിച്ചോണേ. ഇവിടെ ഒന്നുകൂടെ ഒന്ന് എഴുതണം, 2i പ്ലസ് 3j മൈനസ് 4k. മൈനസ് അകത്തോട്ട് വരുമ്പോ മൈനസ് i, അടുത്ത് ഈ മൈനസ് ആകുമ്പോൾ എന്താവും, പ്ലസ് ജെ ആവും. കണ്ടോ, സൈൻ മാറുവേ. അടുത്ത് വീണ്ടും മൈനസ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ എന്ത് ചെയ്യും, സൈൻ മാറി 2k എന്നാവും. കണ്ടല്ലോ. അപ്പം ബ്രാക്കറ്റ് കൊടുത്ത് തിരിച്ചെഴുതുക, സൈൻ മാറ്റി കൊടുക്കുക, മാറിപ്പോരുതേ. ഇനി നോക്കുക, ഇനി 2i മൈനസ് i, 2iൽ നിന്ന് ഒരേ കുറച്ച് i അല്ലേ, 2iൽ നിന്ന് ഒരേ കുറച്ചാൽ ഒരു i ആണല്ലോ. ഓക്കെ, 2x നിന്ന് 1x കുറച്ചാൽ 1x അല്ലേ. അതേപോലെ 2iൽ നിന്ന് ഒരേ കുറച്ചാൽ ഒരു i. അത് 3jയിൽ നിന്ന് 3jയും ഇവിടെ പ്ലസ് ജെ ആണല്ലോ, 3j പ്ലസ് ജെ എത്ര വരും, 4j. ഇനി ഇവിടെ മൈനസ് 4k ആണ്, ഇവിടെ മൈനസ് 2k ആണ്. ഒരേ ചിഹ്നമാണ് കൂട്ടിയിട്ട് അതേ ചിഹ്നം. അപ്പൊ എന്തും മൈനസ് 6k. ഓക്കെ ആണോ? ഇതാണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡീഷനും സബ്ട്രാക്ഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക, നമ്മൾ എക്സ് ചെയ്യുന്ന പോലെ കേട്ടല്ലോ. ഇനി നമുക്ക് തരാം മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ. ഓക്കെ, സ്കെയിലാർ, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ആവും. അപ്പോ ജസ്റ്റ് സ്കെയിലാർ ക്വാണ്ടിറ്റി വെച്ചാൽ എന്താ, അവിടെ ഡയറക്ഷൻ ഇല്ല. നമ്മളിപ്പോ ഈ 2i 3 എന്ന് പറയൂലേ, 2i 3a, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വെക്ടേഴ്സ് ആണല്ലോ ഇല്ലേ, വെക്ടർ ക്വാണ്ടിറ്റീസ് ആണല്ലോ. അപ്പൊ അതിൽ ഈ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ഐയും ജെയും കെ ആണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഈ നമ്പർ ഉണ്ടല്ലോ, ഈ 2 3, അതെന്താണ്, സ്കെയിലാർ ആണ്. ഐ ജെ കെ ഉണ്ടല്ലോ, അതിന്റെ മൂന്നിന്റെയും കൂടെയുള്ള നമ്പേഴ്സ് എന്നാണ് സ്കെയിലാർ ആണ്. ഓക്കെ, ഓർമ്മിച്ചോണേ. അപ്പോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കെയിലാർ എന്ന് പറയുമ്പോൾ ഇപ്പൊ വെക്ടർ എ ഇവിടെ ഇത് തന്നെ എടുക്കാം, 2i പ്ലസ് 3j മൈനസ് 4k ഉണ്ടല്ലോ, ആ വെക്ടറിനെ എടുക്കുകയാണ്. ഓക്കെ, അതിനൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ഉണ്ട് മൾട്ടിപ്ലൈ ആണ്, അതായത് 2 ഇൻറ്റു വെക്ടർ എ എടുക്കുകയാണ്. 2 ഇൻറ്റു വെക്ടർ എ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 കൊണ്ട് ഓരോന്നിനെ ഇൻറ്റു എഴുതുക. ഓക്കെ, 2 ഇൻറ്റു ഇവിടെ 2i അല്ലേ, 2 ഇൻറ്റു 2i പ്ലസ് 3j മൈനസ് 4k ഈക്വൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരാം, 2 ഇൻറ്റു 4i പ്ലസ് 6j മൈനസ് 4 ഇൻറ്റു 8k. കണ്ടോ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ സ്കെയിലാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെക്ടർ ഉണ്ടല്ലോ, നമുക്ക് വേറെ വെക്ടർ കിട്ടി, വെക്ടർ ബി എന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഈ രണ്ട് വെക്ടറും, വെക്ടർ എയും വെക്ടർ ബിയും രണ്ടും എപ്പോഴും എന്തായിരിക്കും, ഇവിടെ എപ്പോഴും കൊളീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ പാരലൽ ആയിരിക്കും എന്ന് പറയാം. ക്ലിയർ ആണോ? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ആ രണ്ട് വെക്ടറും പാരലൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഒരു വെക്ടർ മറ്റേന്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അപ്പോ രണ്ടും പാരലൽ ആണെന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ വെക്ടർ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, വെക്ടർ ബി എന്ന് പറയുന്നത് എ എന്ന വെക്ടറിന്റെ 2 മടങ്ങല്ലേ ആണല്ലോ, 2 മടങ്ങാണല്ലോ. അപ്പൊ എയും ബി നമുക്ക് എന്ത് പറയാം, രണ്ടും പാരലൽ ആണ് അല്ലെങ്കിൽ കൊളീനിയർ ആണെന്ന് പറയാം. ഓക്കെ, കൊളീനിയർ ഒക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും നമ്മൾ, പറഞ്ഞല്ലോ. ഓക്കെ, പ്രത്യേകിച്ച് പഠിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഇപ്പം ഒന്ന് ആലോചിച്ച് ചെയ്യുക, സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ അതെന്തായിരിക്കും, അതൊരു അത് പാരലൽ ആയിരിക്കും. ഓക്കെ, ഓർമ്മിച്ചോണേ. അപ്പൊ ഇത്രയാണ് ഇതിലുള്ളത്. ഇനിയുള്ളത് രണ്ട് വെക്ടർ എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 വെക്ടേഴ്സ് ആണ്. അതിൽ നിങ്ങൾക്ക് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ ടോപ്പിക്കിൽ, കേട്ടല്ലോ. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ടെക്സ്റ്റിലാണെങ്കിൽ സ്കെയിലാർ ഉണ്ട്, വെക്ടറും ഉണ്ട് കേട്ടോ. സ്കെയിലാർ പ്രൊഡക്റ്റും ഉണ്ട്, വെക്ടർ പ്രൊഡക്റ്റും ഉണ്ട്. അത് നിങ്ങൾക്ക് സിലബസിൽ സ്കെയിലാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോ അത്ര ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്കെയിലാറിലോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം.
ഡയറക്ഷൻ കൊസൈൻസും ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, അതുകൂടെ ഒന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ രണ്ട് പാർട്ടായിട്ട് ചിലപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ടി വരും കേട്ടല്ലോ. അപ്പൊ ഡയറക്ഷൻ കൊസൈനും ഡയറക്ഷൻ റേഷ്യോയും കൂടെ പിന്നെന്താ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, യൂണിറ്റ് വെക്ടർ, പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടല്ലോ. ഓക്കെ, സ്കെയിലർ പ്രൊഡക്റ്റ്, അത്രയും. ഓക്കെ, അപ്പോൾ ഇനി ഇത്ര ടോപ്പിക്കാണ് ഉള്ളത്. കണ്ടോ, മെയിനായിട്ടും സ്കെയിലർ പ്രൊഡക്റ്റ്, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, പ്രൊജക്ഷൻ, പിന്നെന്താ യൂണിറ്റ് വെക്ടർ, പിന്നെ ഡയറക്ഷൻ കൊസൈൻ, ഡയറക്ഷൻ റേഷ്യോ. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ യൂണിറ്റ് വെക്ടറും ഡയറക്ഷൻ കൊസൈൻ ഡയറക്ഷൻ റേഷ്യോ ഒന്ന് നോക്കാം കേട്ടല്ലോ, അല്ലെങ്കിൽ അങ്ങ് തീരത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് ചെയ്യാം, അതിന്റെ യൂണിറ്റ് വെക്ടർ കാണാനായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പൊ യൂണിറ്റ് വെക്ടർ കാണാനായിട്ട് നോട്ടിലുണ്ടായിരുന്നേ യൂണിറ്റ് വെക്ടർ പറയല്ലോ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കടാ, ഒന്നായിരിക്കും ആണല്ലോ, ഒരു യൂണിറ്റ് ആയിരിക്കും ആണല്ലോ. അവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? യൂണിറ്റ് വെക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ക്യാപ്പ് എന്നാണ്. എ ക്യാപ്പ്, എ എന്ന വെക്ടർ ഉണ്ടെങ്കിൽ വെക്ടർ എ എന്തോ വെക്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ ആരോ മാർക്ക്. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എ ക്യാപ്പ് ആണ്. ഓക്കെ, അപ്പൊ എ ക്യാപ്പ് ആണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഇക്വേഷൻ എന്താ, വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഓക്കെ ആണോ? വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ, ഇതാണ് എന്ത്, യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് കാണാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു വെക്ടർ, ഇപ്പൊ വെക്ടർ എ ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് 2k ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന്റെ അതേ ഡയറക്ഷൻ ഉള്ള ഒരു യൂണിറ്റ് വെക്ടർ കാണാനായിരിക്കും ചോദിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചാണെ. ഓക്കെ, മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ യൂണിറ്റ് വെക്ടർ കാണാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. ഈക്വൽ ടു നേരത്തെ പഠിച്ചില്ല നമ്മള്, റൂട്ട് ഓഫ് എന്ത് ചെയ്യാം, സ്ക്വയർ 2 സ്ക്വയർ മൈനസ് ജെ എന്നത് മൈനസ് ഒന്നല്ലേ, അപ്പൊ മൈനസ് 1 സ്ക്വയർ അഗൈൻ 2 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ എത്ര, 4 അല്ലേ, 4 പ്ലസ് മൈനസ് 1 സ്ക്വയർ 1 തന്നെ, 2 സ്ക്വയർ വീണ്ടും 4 ഈക്വൽ ടു എത്ര ആയിട്ടോടാ, 4 പ്ലസ് 4 8 പ്ലസ് 1 9 എന്ന് കിട്ടും, ഈക്വൽ ടു 3. ഇതാണ് എന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആണല്ലോ. ഇനി നമ്മൾ ഇക്വേഷനിൽ വെക്ടർ എ എഴുതി 2i മൈനസ് ജെ പ്ലസ് 2k ഡിവൈഡ് ബൈ എന്ത് ചെയ്യാ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുമ്പോൾ 3 ആണല്ലോ, 3 ഈക്വൽ ടു എന്ത് ചെയ്യാ, 3 കൊണ്ട് ഓരോന്നും ഡിവൈഡ് ചെയ്യാൻ എഴുതുക, 2/3i മൈനസ് അവിടെ വെറും ജെ ഉള്ളൂ, അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ ഒന്നും കൊടുത്തേ, അപ്പൊ 1/3 ജെ പ്ലസ് 2/3k. ഇതാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇക്വേഷൻ എന്താ, എ ക്യാപ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മള് ആദ്യം മാഗ്നിറ്റ്യൂഡ് കാണുക. അപ്പൊ റൂട്ട് ഓഫ് എല്ലാത്തിന്റെ സ്ക്വയർ എടുക്കുക, കിട്ടുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഇക്വേഷനിൽ കൊടുക്കുക, വെക്ടർ എ എഴുതിയിട്ട് ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊടുക്കുക. ഇതാണ് എന്താ അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടുമോ? ഇതുപോലെ ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചെന്ന് അറിഞ്ഞു വെച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡയറക്ഷൻ കൊസൈൻസും ഡയറക്ഷൻ റേഷ്യോ ആണ്. ഡയറക്ഷൻ കൊസൈൻ, ഡയറക്ഷൻ റേഷ്യോ. ഓക്കെ, അപ്പൊ പറയാനായിട്ട് ഇപ്പൊ ഒരു വെക്ടർ പി എക്സ് വൈ ഇസഡ് ആണ് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാര്യം അറിയുന്നാൽ മതി കേട്ടല്ലോ. ഓക്കെ, ഡയറക്ഷൻ കൊസൈൻ, ഡയറക്ഷൻ റേഷ്യോയും. അപ്പൊ ഡയറക്ഷൻ കൊസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ ഒരു ആക്സിസ് വരയ്ക്കുകയാണ്. വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കരുതേ. ഓക്കെ, നമ്മൾ എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ് എന്ന് വിചാരിക്കുക.
ഇത് y ആക്സിസ് എന്ന് വിചാരിക്കുക, ഇത് z എന്ന് വിചാരിക്കുക. 3 ആക്സിസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പി എക്സ് വൈ ഇസഡ് എന്നൊരു പോയിന്റ് ഞാൻ എന്താ മാർക്ക് ചെയ്ത് വിടാം. ഓക്കെ, പി എക്സ് വൈ ഇസഡ് എന്ന പോയിന്റ് മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ ഈ ഒരു ലൈൻ നമ്മളെ 3 ആക്സിസ് ഉണ്ടല്ലോ, 3 ആക്സിസ് ഉണ്ട്, എക്സ് വൈ ഇസഡ് ഉണ്ടല്ലോ. ഈ 3 ആക്സിസ് വരുന്ന ആംഗിളുകൾ ആൽഫ എന്നും, അതായത് ആൽഫ എന്നും, ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞത് ഇപ്പൊ ബീറ്റ കേട്ടോ, ബീറ്റ അറിയില്ലേ, ബീറ്റ, ഓക്കെ, ബീറ്റ എന്നും പിന്നെന്താ ഗാമ എന്നും ജസ്റ്റ് ഒന്ന് അറിയുന്ന അറിയാം കേട്ടോ, ഗാമ, ഓക്കെ, ഗാമ ശരി. അപ്പോ ആൽഫ ബീറ്റ ഗാമ. ഓക്കെ, അപ്പോ ഒരു ലൈൻ, ആ ലൈൻ എന്താ പറയാ, നമ്മളെ ആക്സിസ് ഉണ്ടല്ലോ, 3 ആക്സിസ്, എക്സ് വൈ ഇസഡ് ആക്സിസ് ഉണ്ടല്ലോ, ആക്സിസ് ആയിട്ടുണ്ടെന്ന ആംഗിളുകൾ ആൽഫ ബീറ്റ ഗാമ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഇപ്പോ ഈ പി എന്ന പോയിന്റിൽ താഴോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിലോട്ടല്ലടാ, ആ പോയിന്റ് ഏതായിരിക്കൂടാ, എക്സ് ആയിരിക്കും, ആണോ അല്ലേ? നമ്മളിപ്പോ പോയിന്റ് മാർക്ക് ചെയ്യുന്ന എങ്ങനെയാ, നമ്മള് ആ ഒരു കോർഡിനേറ്റ് വന്നിട്ട് എക്സിൽ എന്ത് ചെയ്യും, ആ പോയിന്റ് നോക്കി, ഒയിലെന്ന് ആ പോയിന്റ് നോക്കി, അങ്ങനെയൊക്കെ ചേർത്തല്ലേ നമ്മൾ പോയിന്റ് വരയ്ക്കുന്നത്, ആണല്ലോ. അപ്പോ എത്രമാത്രം ആലോചിക്കുക, പി എക്സ് വൈ ഇസഡ് ആണെങ്കിൽ അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് താഴെ എന്തായിരിക്കും വരുന്നത്, അവിടെ എക്സ് ആയിരിക്കും വരുന്നത്, ആണല്ലോ, എക്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഓ എന്നെടുത്തേ, ഓക്കെ, ഓ എന്നെടുത്ത് നോക്കടാ, ഓ തൊട്ട് പി വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറഞ്ഞു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇല്ലേ, മാഗ്നിറ്റ്യൂഡ് ആണ്, മാഗ്നിറ്റ്യൂഡ്, വെക്ടർ ഓ പിയുടെ മാഗ്നിറ്റ്യൂഡ് ആണല്ലോ. ഞാൻ ഇപ്പോ ഈ ആംഗിളിന്റെ കോസ് വാല്യൂ എടുക്കുകയാണെങ്കിൽ ശരിയോ, കോസ് വാല്യൂ, അപ്പൊ കോസ് ആൽഫ ഈക്വൽ ടു എന്തോ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അതാണ് എന്ത് കോസ് എന്ന് പറയുന്നല്ലോ. ഇവിടെ അഡ്ജസന്റ് തൊട്ടടുത്തുള്ള സൈഡ് ഏതാ, ഇതല്ലേ, ഓ തൊട്ട് ആ എക്സ് എന്ന പോയിന്റിലോ മൊത്തം ഡിസ്റ്റൻസ് എത്ര, എക്സ് ആയിരിക്കും. ഓക്കെ, എക്സ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, എക്സ് ബൈ ഹൈപ്പോട്ടിനസ് എന്ന് പറയുമ്പം ഒ പി ആണ്, ഒ പി എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ പൊസിഷൻ വെക്ടർ ഒ പിയുടെ മാഗ്നിറ്റ്യൂഡ്, ഇതാണ് കോസ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോ കോസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റല്ലോ, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. ഓക്കെ, കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിനസ്, അഡ്ജസന്റ് സൈഡ് ഇവിടെ ഏതാ, ആ എക്സ് എന്ന പോയിന്റിലോട്ട് ഇവിടെ ഇപ്പൊ എ എന്ന് വിചാരിക്കോ, ഓ തൊട്ട് എ വരെ കേട്ടല്ലോ, ഓ തൊട്ട് എ വരെയാണ് അഡ്ജസന്റ് സൈഡ്. അത് എത്രയും പറഞ്ഞിട്ട് അവിടെ എക്സ് എന്നുണ്ട്, ആണല്ലോ. ആ എക്സ് എന്ന പോയിന്റ് അവിടെ 10 ആണെങ്കിലും തരും, ഓ തൊട്ട് ആ 10 വരെ 10 ആണല്ലോ, 10 യൂണിറ്റ് ആണല്ലോ. അപ്പൊ അവിടെ എക്സ് എന്ന പോയിന്റ് ആയതുകൊണ്ട് അകലം എന്തായിരിക്കും, എക്സ് ആയിരിക്കും. ബൈ അവിടെ എന്ത് ചെയ്തു, നമ്മള് ഓ തൊട്ട് പി വരെ അല്ലേ എടുത്തത് ഹൈപ്പോട്ടിനസ്, ഓ തൊട്ട് പി വരെ എന്ന് പറയുമ്പം ആ വ്യക്തിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എന്ത് ചെയ്യുക, മാഗ്നിറ്റ്യൂഡ് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ അല്ലേ, ആണല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, ഇതാണ് എന്റെ മാഗ്നിറ്റ്യൂഡ്, ആണല്ലോ. ഇതേപോലെ നമുക്ക് കോസ് ബീറ്റ നമുക്കൊന്ന് പറയാം, കോസ് ബീറ്റ അവിടെ എന്ത് വരാം, അവിടെ വൈ ബൈ എന്ത് വരൂടാ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഓക്കെ, അല്ല കോസ് ഗാമയോ, കോസ് ഗാമ എന്ന് പറയുമ്പോൾ ഇസഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ കൊസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഡയറക്ഷൻ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിമ്പിൾ എന്ത് ചെയ്യാ, ആ നമ്മളെ പോയിന്റ് ഉള്ള എക്സ് വൈ ഇസഡ് ഉണ്ടല്ലോ, ആ എക്സ് വൈ ഇസഡിനെ എന്ത് ചെയ്യുന്നത് ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞു ചെയ്ത്. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് ചോദിച്ചാൽ എന്ത് ചെയ്യാം, എക്സ് വൈ ഇസഡിനെ കൊടുക്കുക കേട്ടല്ലോ, വേറെ ഒന്നുമില്ല, അവിടെ വേറെ ഒന്ന് നോക്കട്ടെ, എക്സ് വൈ ഇസഡിനെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ റേഷ്യോ വെച്ച് കിട്ടുമല്ലോ. ഇവിടെ നമുക്ക് ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, ഈ ഡയറക്ഷൻ കൊസൈൻ ഉണ്ടല്ലോ, ഈ ഡയറക്ഷൻ കൊസൈന്റെ സമ്മ്, ഞാനിപ്പം ഇത് എൽ എന്നും ഇത് എം എന്നും ഇത് എൻ എന്നും എടുക്കുകയാണെങ്കിൽ ഡയറക്ഷൻ കൊസൈന്റെ സ്ക്വയറിന്റെ സമ്മ് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഓൾവേസ് ഈക്വൽ ടു എത്ര ആയിരിക്കും, 1 ആയിരിക്കും. ഇവിടെ ചോദ്യം വരാനുള്ള
ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അല്ല ഡയറക്ഷൻ കൊസൈൻ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ് കേട്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ഡയറക്ഷൻ കൊസൈന്റെ സ്ക്വയറിന്റെ സമയത്ത് എപ്പോഴും ഒന്നായിരിക്കും കേട്ടോ. അപ്പൊ പഠിച്ചു വെച്ചു, എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ എന്താ 1 കേട്ടല്ലോ. അത് പഠിച്ചു വെച്ചോണേ. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ കൊസൈൻ ഡയറക്ഷൻ റേഷ്യോയിലുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, അതിന്റെ സ്കെയിലാർ പ്രോഡക്റ്റ് പഠിക്കണം, പിന്നെ പ്രൊജക്ഷൻ പഠിക്കണം, ആംഗിൾ പഠിക്കണം. ഇത് മൂന്നെന്താണ് പഠിക്കണം. പിന്നെ അതിന്റെ പ്രോബ്ലംസ് കൂടെ ജസ്റ്റ് ഓടിച്ച് എന്ത് ചെയ്യാം, നമുക്ക് നോക്കി പോയാൽ മതിയാവും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എന്താ പറയാ, അത് സ്കെയിലാർ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഇപ്പോ വെക്ടർ എ ഈക്വൽ ടു, ഡെഫിനിഷൻ നോക്കുമ്പോൾ അറിയാം, വെക്ടർ എ ഈക്വൽ ടു a1i a2j a3k എന്ന് വിചാരിക്കുക. വെക്ടർ ബി ഈക്വൽ ടു b1i b2j പ്ലസ് b3k. ഓ, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഐയുടെ കമ്പോണൻസ് നമ്മൾ ഇൻറ്റു ചെയ്യുക, പ്ലസ് ജെയുടെ കമ്പോണന്റ് എന്ത് ചെയ്യുക നമ്മൾ ഇൻറ്റു ചെയ്യുക, പ്ലസ് കെയുടെ കമ്പോണന്റ് നമ്മൾ ഇൻറ്റു ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടും, എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്യും, അവിടെ a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. അവിടെ ഐഞ്ചേക്ക് എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, പ്ലസ് ചെയ്യുക. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ്. നമ്മൾ ഓക്കെ, നമ്മൾ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. ഓക്കെ, സ്കെയിലാർ പ്രോഡക്റ്റ് അഥവാ ഡോട്ട് പ്രോഡക്റ്റ്. ഒരു വെക്ടർ എക്സാമ്പിൾ വെച്ച് പറയാം. വെക്ടർ എ ഈക്വൽ ടു 2i പ്ലസ് 4j മൈനസ് 5k. ഓക്കെ, വെക്ടർ ബി ഈക്വൽ ടു i മൈനസ് 2j മൈനസ് 2k ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി നമ്മൾ എഴുതുന്നുണ്ടല്ലോ, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു ഐയുടെ കമ്പോണന്റ് നോക്കുക. ഇവിടെ 2ഉം ഇവിടെ എത്ര, ഒരു ഐയല്ലേ ഉള്ളൂ, ഒരു ഐ. അപ്പൊ 2 × 1 ആണല്ലോ. അടുത്ത് ഇവിടെ പ്ലസ് 4 ഉണ്ട്, മൈനസ് 2 ഉണ്ട് എന്നല്ലോ. അപ്പൊ പ്ലസ് 4 ഇൻറ്റു മൈനസ് 2. അവിടെ ഉള്ള സാധനം കൊടുത്താൽ മതി, പറഞ്ഞല്ലോ. ആദ്യം മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം മൈനസ് കൊടുക്കുക, മൈനസ് 4 × 2 അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 2 × 1, അടുത്ത പ്ലസ് 4ഉം മൈനസ് 2 നമ്മൾ ഇൻറ്റു ചെയ്തു. അടുത്ത എന്താ, അവിടെ മൈനസ് 5 അല്ലേ, അവിടെ മൈനസ് 5 കൊടുത്താൽ മൈനസ് 5 × മൈനസ് 2. അവിടെ പ്ലസ് കൊടുത്താലും പ്ലസ് മൈനസ് ഇടുമ്പോൾ എന്താവും, മൈനസ് ആയിക്കോളും, പറഞ്ഞല്ലോ, അതിന്റെ ആവശ്യമില്ല. ഈക്വൽ ടു 2 × 1 എത്ര, 2, 4 × മൈനസ് 2 മൈനസ് 8. ഇനി മൈനസ് 5 × മൈനസ് 2 എന്ത് വരും, മൈനസും മൈനസും പ്ലസ് ആവും, ആണല്ലോ, പ്ലസ് 10. ഓക്കെ, അപ്പൊ ഈക്വൽ എത്ര ഇടാം, 12 12 8 കുറച്ച് എത്ര, 4. ഇവിടെ 12 12ഉം 2 സോറി 10ഉം 2 നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ചെയ്തു, 8 മൈനസ് ചെയ്തു, കേട്ടല്ലോ, 4 ഇട്ടു. ഇതാണ് എന്ത്, സ്കെയിലാർ പ്രോഡക്റ്റ് അഥവാ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് നമ്മൾ ഇൻറ്റു ചെയ്യുക, എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരെണ്ണം ഇവിടെ ജസ്റ്റ് ഓട്ടിച്ച് നോക്കിയോ, വെക്ടർ എ ഈക്വൽ ടു i പ്ലസ് j മൈനസ് k, വെക്ടർ ബി ഈക്വൽ ടു 3i മൈനസ് j പ്ലസ് 2k. നോക്കടാ, എ ഡോട്ട് ബി ഈക്വൽ ടു, ഇവിടെ ഐ എന്ന് പറയുമ്പോൾ ഒരു ഐ അല്ലേ ഉള്ളൂ, ഒരു ഐ. അപ്പൊ 1 ഇൻറ്റു ഇവിടെ എത്ര, 3 ഉണ്ടല്ലോ, 3. അടുത്ത ജെ നോക്ക്, ഇവിടെ ഒരു ജെ ഉള്ളതല്ലോ, അപ്പൊ അവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ പ്ലസ് 1 ഇൻറ്റു താഴെ എത്ര, മൈനസ് അല്ലേ, മൈനസ് 1. അടുത്ത ഇവിടെ മൈനസ് കെ അല്ലേ, അപ്പൊ മൈനസ് 1 കെ ആണ്, അവിടെ മൈനസ് കൊടുത്താൽ മൈനസ് 1 ഇൻറ്റു പ്ലസ് 2 അല്ലോ, 2 ഇൻറ്റു ചെയ്യുമ്പോൾ 3, 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1. അടുത്ത മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 ഈക്വൽ ടു 3 മൈനസ് 1 2, 2 മൈനസ് 2 എത്ര, 0. ഓക്കെ, ഇതാണ് അതിന്റെ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ
A on B. Projection of a vector A on B. Okay. പിന്നെ ഇതുകൊണ്ട് ഇനി ഉണ്ടോ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഓക്കെ, അതുകൂടെ ഉണ്ട്. അപ്പോൾ രണ്ട് ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യും, ആ ടോപ്പിക് തീരും, പിന്നെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്ഷൻ of a vector A on B. Okay, ഇക്വേഷൻ വഴി ചെയ്യുക. അതായത് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ A on B എന്ന് പറയുമ്പോൾ വെക്ടർ B പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ A on B എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, A ഡോട്ട് B ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, വെക്ടർ B. ഓക്കെ, A on B എന്ന് പറയുമ്പോൾ എന്താണെന്നും അറിഞ്ഞിരിക്കേണ്ട, പറയാൻ വേണമെങ്കിൽ, അതായത് ഒരു വെക്ടർ ഇപ്പോൾ A ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അത് വേറൊരു വെക്ടർ B ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ വെക്ടർ എയിൽ നിന്ന് എന്തുമാത്രം പ്രൊജക്ട് ചെയ്താണ് വെക്ടർ B നിൽക്കുന്നത് കേട്ടോ. വെക്ടർ എയിൽ നിന്ന് എന്തുമാത്രം പ്രൊജക്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, വെക്ടർ B നിൽക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. ആണല്ലോ, സിമ്പിൾ ആയിട്ട് അത്ര അറിഞ്ഞാൽ മതി. അപ്പൊ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ A on B എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, A ഡോട്ട് B ഡിവൈഡ് ബൈ A on B അല്ലേ. അപ്പോൾ ആ ബിയുടെ മാഗ്നിറ്റ്യൂഡ് താഴെ എഴുതുക. ക്ലിയർ ആയോ? പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ A on B എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ആ B എന്ന വെക്ടർ എന്ത് ചെയ്യുക, താഴെ കൊടുക്കുക. A ഡോട്ട് B ഡിവൈഡ് ബൈ B. ഞാൻ തിരിച്ച് B on A ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, എയുടെ മാഗ്നിറ്റ്യൂഡ് താഴെ കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതാണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ A on B എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് കോസ് തീറ്റ ആണ്. കോസ് തീറ്റ ഈക്വൽ ടു ഈ പ്രൊജക്ഷൻ പറഞ്ഞ പോലെ കോസ് തീറ്റ ഈക്വൽ ടു A ഡോട്ട് B ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B. കേട്ടല്ലോ, അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു A ഡോട്ട് B ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B. പ്രൊജക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, A on B ആണെങ്കിൽ താഴെ B മാത്രമേ ഉള്ളൂ. എന്നാൽ ആംഗിൾ വരുമ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു A ഡോട്ട് B ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B. എന്നാണ് കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ ഇത് രണ്ടുമാണ് എന്ത് നമുക്കിവിടെ ആംഗിളിൽ മെയിനായിട്ടും പറയാനുള്ളത്. ഓക്കെ, പിന്നെ പാരലൽ വെക്ടേഴ്സ്. ആ പാരലൽ കൊളീനിയർ നമ്മൾ പറഞ്ഞല്ലോ, കൊളീനിയർ പറയല്ലോ. പാരലൽ അഥവാ കൊളീനിയർ ആയിട്ട് വരുമ്പോൾ അപ്പൊ രണ്ട് വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞെന്തോ, ഒരു വെക്ടർ മറ്റിന്റെ സ്കെയിലാർ പ്രോഡക്റ്റ് ആണെങ്കിൽ, സ്കെയിലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതെന്തായിരിക്കും, രണ്ടും പാരലൽ ആയിരിക്കും അല്ലേ. ഒരു വെക്ടറിനെ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് മറ്റൊന്ന് തോന്നുന്നതെങ്കിൽ, ഓക്കെ, ഇപ്പൊ രണ്ട് വെക്ടർ കാണാൻ പറയാമല്ലോ, ഒരു വെക്ടറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും, അത് രണ്ടും പാരലൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കാം പാട് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പൊ വെക്ടർ A ഈക്വൽ ടു A1I പ്ലസ് A2J പ്ലസ് A3K. വെക്ടർ B ഈക്വൽ ടു B1I പ്ലസ് B2J പ്ലസ് B3K. അതിന്റെ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോ നോക്കുക. A1 ബൈ B1 ഈക്വൽ ടു A2 ബൈ B2 ഈക്വൽ ടു A3 ബൈ B3. അത് ഐയുടെ കൂടെയുള്ള നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക, ജെയുടെ കൂടെയുള്ള ഡിവൈഡ് നോക്കുക, കെയുടെ കൂടെയുള്ള എന്ത് ചെയ്യുക, ഡിവൈഡ് നോക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ അവിടെ റേഷ്യോ സെയിം ആയിട്ട് വരാണെങ്കിൽ എന്തായിരിക്കും, രണ്ടും പാരലൽ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 മൈനസ് 2i 2i പ്ലസ് 3j പ്ലസ് k ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വേറൊരു വെക്ടർ മൈനസ് 4i മൈനസ് 6j മൈനസ് 2k. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് ആണ്. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, രണ്ടും കൊളീനിയർ ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. അവിടെ എന്ത് ചെയ്യുക, അതിന്റെ കറസ്പോണ്ടിങ് ടേംസ് എന്ത് ചെയ്യുക, ഒന്ന് ഡിവൈഡ് ചെയ്യുക. 2 ബൈ മൈനസ് 4
ഈക്വൽ ടു എത്ര വരും? ഒന്ന് ചെറുതാക്കുമ്പം മൈനസ് എടുത്തത് -1/2 എന്ന് കിട്ടും ആണല്ലോ. അതേപോലെ 3/-6 ചെയ്താൽ എത്ര തന്നെ കിട്ടും? -1/2 തന്നെ കിട്ടും. കെയുടെ അവിടെ ഒന്നല്ലേ, ഒരു കെ 1/-2 അതൊന്നും തന്നെ -1/2 തന്നെ കണ്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യാം, ഡിവൈഡ് നോക്കുക. അപ്പൊ റേഷ്യോ സെയിം ആണെങ്കിൽ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ചിലപ്പം ഒരു വെക്ടർ എന്നിട്ട് അതിന്റെ പാരലൽ ആയിട്ടുള്ള വേറെ വെക്ടർ ആണെന്ന് ചോദിക്കാം. ഓക്കെ, അവനെ ക്വസ്റ്റ്യൻ വരാം, പറയണ്ടല്ലോ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാം, പാരലൽ ആണ് അല്ലെങ്കിൽ കൊളീനിയർ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റേഷ്യോ എടുത്ത് നോക്കുക, അതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ റേഷ്യോ സെയിം ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ? രണ്ടും പാരലൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇപ്പൊ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എന്തോടാ? പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ ഇത് പഠിച്ചു വെച്ചോണേ, ഓർമ്മിച്ചു വേണേ. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ അവിടെ എ ഡോട്ട് ബി എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. പഠിച്ചോണേ, ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഇങ്ങനെ ഡയറക്റ്റും ചോദിക്കാം, അല്ലാതെയും വരാം, പറഞ്ഞല്ലോ. അപ്പൊ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ കണ്ടീഷൻ എന്താ? എ ഡോട്ട് ബി ഈക്വൽ ടു 0. രണ്ട് വെക്ടർ എന്നിരിക്കും, അതിന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ രണ്ടും എന്തായിരിക്കും? രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അത് ഇങ്ങനെ വരാം, അതായത് വെക്ടർ രണ്ട് വെക്ടർ, ഇപ്പൊ എ എന്ന വെക്ടർ തന്നിട്ട് അല്ല ബി എന്ന വെക്ടർ തന്നിട്ട് അവിടെ എന്ത് ചെയ്യാം? a+bയും a-bയും രണ്ടും പെർപെൻഡിക്കുലർ ആണോ എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? a+b കണ്ടുപിടിക്കുക, a-b കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? രണ്ടിനെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഓക്കെ ആണോ? അപ്പൊ 0 ആണ് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും? രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, പിടിയിട്ടല്ലോ. പിന്നെ ഒരു പ്രോപ്പർട്ടി ഉള്ളത്, വെക്ടർ എ ഡോട്ട് വെക്ടർ എ ഈക്വൽ ടു എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ ആണ്. വളരെ ശ്രമിച്ചോണേ. ഓക്കെ, ഇങ്ങോട്ട് വെക്ടർ എ ഡോട്ട് വെക്ടർ എ രണ്ടും സെയിം വെക്ടർ ആണെങ്കിൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ ആണ്. ആ ഒരു പോയിന്റ് ഓർമ്മിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ നോട്ടിലുള്ള പോയിന്റ്സ് കുറെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടെ എന്ത് ചെയ്യാം? അഡീഷണൽ ആയിട്ട് ചെയ്യാം. പറഞ്ഞിട്ട്